ഹലോ ഫ്രണ്ട്സ്, പലർക്കും ഹാൻഡിൽ നെയിമിൻ്റെ ആവശ്യകത എന്താണ് എന്ന് കറക്റ്റായി മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്താണ് ഹാൻഡിൽ നെയിം, എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്, നിലവിൽ നമ്മൾ ഹാൻഡിൽ നെയിം സെറ്റ് ചെയ്തെങ്കിൽ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്ക് കമൻ്റ് അയച്ചതിൽ നിന്നും ആരാണ് വിജയി എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിജയി. ഇവരുടെ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം നൽകാം. നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ചാനലിനും ഒരു ഫ്രീ പ്രൊമോഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. യൂട്യൂബിലെ പുതിയൊരു കൺസെപ്റ്റാണ് ഹാൻഡിൽ നെയിം എന്നത്. നേരത്തെ നമ്മൾ ചാനൽ നെയിമിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ ചാനൽ നെയിം ഒരേ ചാനൽ നെയിം തന്നെ പല ചാനലിനുമുണ്ട്. അതായത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരേ ചാനൽ നെയിമിൽ തന്നെ പല ചാനലുകളെല്ലാം കാണാം. എന്നാൽ ഇത്തരത്തിൽ ഒരേ നെയിമിൽ തന്നെ പല ചാനലെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹാൻഡിൽ എന്ന പുതിയ കൺസെപ്റ്റ് വരുന്നത്. അതായത് ഒരു ചാനലിന് ഒരു യുണീക്ക് നെയിം, അത് മറ്റു ചാനലുകൾക്കൊന്നും ഇല്ലാത്ത ഒരു നെയിം കൊടുക്കുക എന്നതാണ് ഹാൻഡിൽ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ നെയിം നിവേദ് ആക്കപ്പറമ്പിൽ എന്നാണ്. ഇതേ ഹാൻഡിൽ നെയിം തന്നെയാണ് ഞാൻ ഹാൻഡിൽ നെയിം സെറ്റ് ചെയ്തപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിവേദ് ആക്കപ്പറമ്പിൽ എന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്കെല്ലാം അറിയാം, യൂട്യൂബിൽ ഒരേ നെയിമിൽ തന്നെ പല ചാനലുകളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ നെയിം തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പേര് കൊടുക്കുമ്പോൾ ഈ നെയിം ഓൾറെഡി ആരെങ്കിലും ഹാൻഡിൽ നെയിമായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണമായി നിങ്ങളുടെ ചാനൽ നെയിം ടെക് ചാനൽ മലയാളം എന്നാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് കരുതുക. എന്നാൽ നിങ്ങൾ ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുമ്പോൾ ടെക് ചാനൽ മലയാളം എന്ന് കൊടുക്കുമ്പോൾ ഇത് നേരത്തെ ആരോ യൂസ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതേ നെയിം കിട്ടണമെങ്കിൽ ടെക് ചാനൽ മലയാളം 1, 2 ഇങ്ങനെ നമ്പേഴ്സ് എല്ലാം കൊടുക്കേണ്ടതായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെയിമിന് കൂടെ നിങ്ങൾക്ക് നമ്പേഴ്സ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഒരു നെയിം സെലക്ട് ചെയ്യാൻ സാധിക്കും. ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം സെലക്ട് ചെയ്യുക. കാരണം ചാനൽ നെയിമിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക ഇനി ഹാൻഡിൽ നെയിമിനാണ്. നിലവിൽ ഒരുപാട് പേർ അവർ ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കുറേ പേർക്ക് ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കും അധികം താമസിയാതെ തന്നെ ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഒട്ടുമിക്ക പേരും അവരുടെ ചാനൽ നെയിം തന്നെയാണ് ഹാൻഡിൽ നെയിം ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുക. കാരണം അവർ ഇഷ്ടപ്പെട്ടാണ് അവരുടെ ചാനലിന് ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ അതേ നെയിം ഹാൻഡിൽ നെയിമിൽ കൂടി കിട്ടാനാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത്. ഇനി നമുക്ക് നിലവിൽ ഹാൻഡിൽ നെയിം സെറ്റ് ചെയ്തവർക്ക് അവരുടെ ഹാൻഡിൽ നെയിം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടേക്ക് വന്നിരിക്കുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എഡിറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഹാൻഡിൽ എന്ന ഓപ്ഷന് നേരെയായി എഡിറ്റിംഗ് ഓപ്ഷൻ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ @നിവേദ് ആക്കപ്പറമ്പിൽ എന്ന് കാണാം. ഇതാണ് എൻ്റെ ഹാൻഡിൽ നെയിം. എന്നാൽ ഞാൻ ഇത് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് തന്നെയാണ് എൻ്റെ ചാനൽ നെയിമും ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഞാൻ ഇവിടെ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എഡിറ്റ് ഹാൻഡിൽ എന്നതിൽ പോയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് പുതിയ നെയിം എല്ലാം കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം സേവ് എന്ന് കൊടുത്താൽ ആ നെയിം അവൈലബിൾ ആണെങ്കിൽ, അതായത് നേരത്തെ ആരെങ്കിലും എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ നെയിം നിങ്ങളുടെ ഹാൻഡിൽ നെയിമായി സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ ഹാൻഡിൽ നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.